അല്ലല്ലോ, ഇവിടെ നമ്മള് ഫുൾ ആക്ഷൻ അല്ലേ ബൈച്ചേട്ടൻ. ഇല്ലില്ല ഇല്ല എന്തിനാ വാ വാടാ കൊല്ലേ ചെല്ലേ വാടാ വാടാ വാ 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 ചിരിക്കരുത്, നോ ചിരി. അയ്യോ ഞങ്ങളുടെ പാവം, അയ്യോ ഞങ്ങളുടെ പാവം ബീച്ച്. അയ്യോ എന്നെ തല്ലല്ലേ. അല്ല ഇവനെ ഇടിക്കാനുണ്ട് ഇവനെ. അയ്യോ പാവം ഞങ്ങളുടെ ക്യാമറമാനാ, ഞങ്ങളുടെ പാവം ബിജിത്താണ്. നീ സിനിമ പാടാ. അയ്യോ പാവം ഞങ്ങളുടെ ക്യാമറമാന്റെ കൈ പിടിച്ച് തിരിച്ചു. എടാ ശരിക്കും വേദനിച്ചോ? ഒന്നുമില്ല, സെറ്റ്. വിജിത്ത് സ്ട്രോങ് ആണ്, അങ്ങനെയൊന്നും തളരില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളെ കാത്തോണ്ടിരിക്കുന്ന വിജിത്തിനെയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വിട്ടത്. ഓക്കെ വിജിത് കി ജയ്, വിജിത് കി ജയ്. ഓക്കെ വിജിത് പിടിച്ചു തന്നു. നീ നിനക്ക് കൊണ്ടോടാ ശരിക്കും? ആണോ? എന്നാ പിന്നെ കൊള്ളിക്കായിരുന്നല്ലേ, കൊണ്ടുവരില്ല. ശരി, അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു സ്ട്രോങ് ഒരു കളിയും ചിരിയും ബഹളം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചക്ക മമ്മൂക്കയോടൊപ്പം ദുബായിലും അബുദാബിയിലും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ്, ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു ആ യാത്രയൊക്കെ? 3 days. ഓക്കെ. മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഷൂട്ടിംഗ് പർപ്പസിനാണോ പോയത്? അല്ലല്ല, ഷൂട്ടിംഗ് പർപ്പസ് അല്ല. എന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ശരിക്കും. അതിനകത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക കൊണ്ടുപോയി. മമ്മൂക്ക നന്നായിട്ട് കെയർ ചെയ്തു. മമ്മൂക്കയുടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റി. ഞാൻ ഒരു ദുബായില് വലിയൊരു ബിസിനസ് മീറ്റ് നടക്കുന്നു, സിനിമയുടെ കണക്റ്റഡ് ആയിട്ടാ. മമ്മൂക്കനെ കാണാനായിട്ട് കുറെ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് മമ്മൂക്ക ഇങ്ങനെ ഒരു സോഫയാണ്, മമ്മൂക്ക ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ പുറത്തവിടെ നിൽക്കുന്നുണ്ട്. മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ബജു വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് മമ്മൂക്കയുടെ അടുത്തിരുത്തി ഇവരുടെ മുമ്പില്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായ ഒരു നിമിഷങ്ങളാണ്. പിന്നെ അന്ന് മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്, മമ്മൂക്ക മാത്രമേ ഉള്ളൂ അതിനകത്ത്. മമ്മൂക്ക മാത്രമേ ആ സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ. മമ്മൂക്കയുടെ ഒപ്പം എന്നെയും കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിൽ കയറി അവിടെ നിന്ന് സംസാരിച്ചു. വേറെ ആരും ആ സ്റ്റേജിൽ കയറിയിട്ടില്ല മമ്മൂക്കയുടെ ഒപ്പം. എത്ര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണല്ലേ ബൈച്ചേട്ടാ? ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ട്. അതാണ് സിനിമയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മധുരാജയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങള് അപ്പൊ ക്യാരവൻ ഇങ്ങ് എത്തത്തില്ല. അപ്പൊ അന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് മറ്റേ ഞങ്ങള് മറ്റേ സ്റ്റേജ് പൊങ്ങി പോകുന്ന ഇതാ. അപ്പൊ ശരിക്കും അതിന്റെ ഒരു ഇതിടാനായിട്ട് ഷർട്ടിന്റെ ഇവിടെ ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കുന്ന ഇതുണ്ട്. മമ്മൂക്ക എല്ലാ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ആർട്ടിസ്റ്റ് എല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ മമ്മൂക്ക വരുമ്പോ തന്നെ ഒരു ഇതാണല്ലോ. അപ്പൊ മമ്മൂക്ക വരുന്നു, എല്ലാരും പുറത്തോട്ട് ഇറങ്ങണം. മമ്മൂക്കൊക്കെ ഷർട്ട് ഇട്ടിട്ട് ഇത് ചെയ്യണം. എല്ലാരും പുറത്തോട്ട് ഇറങ്ങുമ്പോ എല്ലാരും മാറ്റും. അപ്പൊ ഞാനും ഇങ്ങനെ ഇറങ്ങി വരിക, എന്നോ നീ വേണ്ട അവിടെ ഇരുന്നോ അങ്ങനെ കുറെ. അപ്പൊ ഞാന് അതുപോലെ നമ്മുടെ കോവിഡ് ടൈമില് ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഫിഷൊക്കെ ഇട്ടാന്ന് മമ്മൂക്ക എടുത്ത് വന്നു. മമ്മൂക്ക ഇറങ്ങി വന്നു, എന്നോട് വഴക്ക് പറഞ്ഞു, എന്തിനാ നീ ഇതൊക്കെ ഇട്ട് വന്നേ? എന്നിട്ട് പറഞ്ഞു ഞാനായതുകൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ. അങ്ങനെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കുറേ ഇത് അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ എന്റെ തിയേറ്ററില് അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് റിലീസ് ചെയ്ത് കിട്ടിയ സിനിമയാണ്. അണ്ണൻ തമ്പി മുതല് ഒരു 6-7 സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കനെ ആ ടൈമിൽ വിളിക്കും. മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ സമയത്ത് ഞാൻ മമ്മൂക്കനെ വിളിക്കും ഫോൺ. എന്നിട്ട് ആൾക്കാർ ഭയങ്കര ഫാൻസ് അല്ലേ, ഈ ബഹളമൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മമ്മൂക്കനെ. അങ്ങനെ കുറെ അത്രയും ഇതുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഞാനിപ്പോ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഇവിടുന്ന് മൂന്നാർ പോയി. അപ്പോ ആരും പോയിട്ടില്ല, മമ്മൂക്കയും ഫാമിലിയും മൂന്നാർക്ക് പോയി. അങ്ങനെ ഞാൻ ഒരു വലിയ ബൊക്കെയൊക്കെ ആയിട്ട് വെളുപ്പാങ്കാലത്ത് അവിടെ ചെന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ പോയി ഞാൻ കണ്ടുപിടിച്ച് ആ ബർത്ത്ഡേക്ക് എനിക്ക് വിഷ് ചെയ്യണമെന്ന് തോന്നുന്നു മമ്മൂക്ക അടുത്ത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ പറഞ്ഞു അവരാരും കയറ്റി വിടത്തില്ല. ആ ബർത്ത്ഡേക്ക് മമ്മൂക്ക വന്നിട്ട് എൻ്റെ അടുത്ത് എന്തിനാ നീ ഇന്നലെ കണ്ടല്ലേ, പിന്നെ എന്തിനാ വന്നേ, ഇത്രയും ദൂരം വന്ന എന്തിനാ, ഒക്കെ എല്ലാം വാങ്ങി. അതിനുശേഷം ഞാൻ പോന്നു. എന്നിട്ട് മമ്മൂക്ക കൂടെ ഉള്ളവരോട് പറഞ്ഞു അവന് സങ്കടം ഉണ്ടാവും, ഞാനൊരു കോഫി പോലും അവന് കൊടുത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നോട് മമ്മൂക്കനെ വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം. അപ്പൊ അങ്ങനെ കുറെ മമ്മൂക്കയായിട്ട് കുറെ അത്രയും ആത്മബന്ധം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമില് എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് എന്നൊക്കെ എല്ലാം
ചോദിച്ചിട്ട് ആ റൈറ്റ് ടൈമില് ഒരു വന്നത് മോളുടെ ഒരു എൻഗേജ്മെന്റിന് വലിയേട്ടനെ പോലെ എൻഗേജ്മെന്റിന് കയറി വന്നു. എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരൻ അത്രയും ക്രൗഡായിരുന്നു, ഒരുപാട് പേര് ഉണ്ടായിരുന്നു, കുറെ കൂടെ സ്പെൻഡ് ചെയ്ത്. കല്യാണത്തിനും മമ്മൂക്ക തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? നല്ലതാണ്. അതെ അതെ, എത്താൻ പറ്റട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ബൈജു ചേട്ടന്റെ വീട്ടില് എന്തുകൊണ്ടാണ് ബൈജു ചേട്ടന്റെ കുറേ ട്രോഫികൾ ഇങ്ങനെ മെമന്റോകളുടെ ഇടയിൽ മമ്മൂക്കയുടെ മാത്രം ഒരു മുഖം, ഒരു മെമന്റോ അവിടെ വെച്ചത്. അതിന്റെ പിന്നിലത്തെ രഹസ്യം ഇന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത്രയും ഡെപ്തിൽ അന്ന് പറഞ്ഞില്ല, പക്ഷെ ഇന്നിപ്പോൾ ആ ഡെപ്തിൽ പറഞ്ഞപ്പോഴാണ് ആ ആത്മബന്ധം, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ മമ്മൂക്ക മമ്മൂട്ടി മമ്മൂക്ക എന്നൊക്കെ ഇപ്പോഴല്ല, അന്ന് മമ്മൂട്ടി എന്നല്ലേ പറയുള്ളൂ. അതെ, അപ്പോ അങ്ങനെ കുമ്പളങ്ങി എന്റെ വീടിനടുത്തുള്ള സ്ഥലമാണ്. പിന്നെ ചില സിനിമകൾ ഹിറ്റാകുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അതിന്റെ സബ്ജക്ട് എനിക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ഞാൻ ശ്യാം പുഷ്കറിനോട് പറഞ്ഞിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിൽ ബാബുരാജിന് ഗംഭീര ക്യാരക്ടർ കൊടുത്തത് ശ്യാമായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് അതുപോലെ ഒരു വേഷം വേണമെന്ന് ശ്യാമിനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് അതിലൊരു വേഷം തരുമോ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു വേഷമുണ്ടെന്ന് പറഞ്ഞ് ശ്യാം വിളിച്ചു. ബൈജു എഴുപുന്ന പറയുന്നു, സ്ക്രിപ്റ്റിൽ ആ സീനിൽ ഡയലോഗ്സ് ഒന്നുമില്ല, നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ എന്ന് മാത്രമായിരുന്നു ശ്യാം എഴുതിയത്. സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ബൈജുവിനോട് ഇഷ്ടമുള്ള ഡയലോഗ് പറയാനായിരുന്നു ശ്യാം ആവശ്യപ്പെട്ടത്. ഈ സിനിമയിൽ തന്റേതായ ഒരു സ്പേസിലാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഡയലോഗ് സ്വന്തമായി പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന മറ്റൊരു സിനിമ ഉണ്ടാവില്ല. അതിൽ ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ ഫഹദ് ചിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ശരിക്കും സ്പോട്ടിൽ വന്നതാണ്. അവൻ ശരിക്കും ഒരു ബോൺ ആക്ടറാണ്. ദുൽഖർ നായകനായി ഫഹദ് വില്ലനായി എത്തുന്ന സിനിമ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്.